ഇത് നമ്മൾ സ്കിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നല്ല കളറൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. റെഗുലറായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഉണ്ടാവുക. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസവും മഴ സമയങ്ങളൊക്കെ ആയ സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 മാസം വരെയൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ ഇത്. ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇതിനായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിതൊരു 1/2 ലിറ്റർ ഓയിൽ കാച്ചിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. 1 ക്യാരറ്റും 1 ബീറ്റ്റൂട്ടും വേണം കേട്ടോ. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണേ. കുറച്ചുകൂടി ചെറുതായി അരിഞ്ഞെടുക്കണം. നമ്മൾ മിക്സിയിൽ അരയുന്ന പാകത്തിന് നമുക്കിതിനെ മുറിച്ചെടുക്കണം. ഇത് എപ്പോഴും വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത്രയും നല്ല റിസൾട്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചന്ദനത്തിൻ്റെ കട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരക്കഷ്ണമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അത് ഞാനൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കണം. പച്ചമഞ്ഞൾ 1/2 സ്പൂണോളം, ഇതും ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം രക്തചന്ദനപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി മഞ്ചിഷ്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ചിഷ്ട, മഞ്ചട്ടി എന്നൊക്കെ പറയും. അതും ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ തന്നെ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ആര്യവേപ്പിലയാണിത്. ഇതൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഫ്രഷ് ഇവിടെ കിട്ടില്ല. ഫ്രഷ് ഇലയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് ഞാനൊരു 4 തണ്ടോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുത്ത് വരണം. അപ്പോൾ അരച്ചെടുത്ത് വരുമ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു പ്രത്യേക കളറാണ് കേട്ടോ. ഇത് ചുവട് കട്ടിയുള്ളൊരു കടായിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഇത്രയും മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ലിറ്ററോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഞാനിതുവരെ ഇത് സ്റ്റവിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും കുറേ ഇരിക്കും കേട്ടോ. ഇത് ആഴ്ചയിലൊരിക്കലൊക്കെ നമ്മൾക്ക് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ ഫുള്ള് തേച്ചതിന് ശേഷം പയറുപൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ അതല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് സോപ്പ് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ വെച്ച പാട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ എണ്ണയുടെ ഒക്കെ കളറ് പെട്ടെന്ന് മാറി വരും. ഈ മഞ്ചിഷ്ടയൊക്കെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. മഞ്ചിഷ്ട ഇതുപോലെ തന്നെ മഞ്ചിഷ്ട നമ്മൾ കുറച്ചെടുത്തിട്ട് ഇരുമ്പൻ പുളിയിൽ മുക്കിയിട്ട് ലിപ്പിൽ തേച്ച് കഴിഞ്ഞാൽ ലിപ്പ് നല്ല കളറായിരിക്കും കേട്ടോ. ചുണ്ടിന് നല്ല കളർ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഇത് ആയി വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ മീഡിയം ഫ്ലെയിമിലാക്കി പിന്നെ ലോ ഫ്ലെയിമിലാക്കണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിമിലാക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ തേച്ച് കുളിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തേച്ചിട്ട് കഴുകി കളയുന്നതാണ്. ഫേസ് പാക്കൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിത് ചെയ്യുന്നതാണ്. നല്ലൊരു ഫീലാണ് കേട്ടോ നമ്മളിത് തേച്ച് ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ. അത് ശരിക്കും ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോൾ അതാ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. കണ്ടോ, ഇതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ താഴെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾക്കൊരു തുണിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഒരുപാട് പണിയാണ് കേട്ടോ. ഇതുപോലെ ചെറിയ അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്
ഇതിനെക്കാട്ടിലും നല്ലത് ഒരു തുണി വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നതാണ്. നല്ല കളറാണ് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു ലൈറ്റ് കളർ കാണുന്നത്. പക്ഷേ എങ്കിൽ ഒറിജിനൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിച്ചെടുക്കണം. നല്ലോണം ചൂടാറിയിട്ട് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോഡി മസാജ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ആദ്യം ഒരു എണ്ണ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇതിൻ്റെ മേളിൽ ആ കളറൊക്കെ. ഇനി ഇതുപോലെ ഇത് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ബോട്ടിലിൽ ഒഴിച്ച് വെക്കുന്നത്. ബാക്കിയുള്ളത് കുറച്ച് വലിയ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാറാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറാണ് കേട്ടോ കാണുമ്പോൾ. ഇനി ഉപയോഗിക്കാനുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റീം ചെയ്യുകയൊക്കെ ചെയ്യില്ലേ ഫേസൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നന്നായി മസാജ് ചെയ്ത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടാലേ അറിയാൻ പറ്റും നമുക്ക് ഈ ഓയിൽ എത്ര നല്ലതാണെന്നുള്ളത്. ഒരുപാട് വില കൊടുത്ത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചന്ദനത്തിൻ്റെ കട്ട, രക്തചന്ദനക്കട്ട ഒക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഈ മഞ്ചിഷ്ട കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.